ഹായ് ഗൈസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ന്യൂസ് പേപ്പർ സെഷനിലോട്ട് കിടക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്ന ന്യൂസ് എന്ന് പറയുന്നത് ഡെക്കേഡൽ ഗ്രോത്ത് ആവറേജ് എ ബാലൻസ്ഡ് ഫോർമുല ഫോർ ഡീലിമിറ്റേഷൻ. നമ്മുടെ പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതുപോലെ നമുക്ക് ഈ ന്യൂസിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ ഒരു പ്രിലിംസ് ആൻഡ് മെയിൻസ് റെലവൻസ് ഒന്ന് നോക്കാം. പ്രിലിംസിൽ ഓഫ് കോഴ്സ് ജനറൽ സ്റ്റഡീസ് പേപ്പർ 1 അണ്ടറിൽ വരുന്നതാണ് കറണ്ട് ഇവൻറ്റ്സ് ഓഫ് നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ ഇമ്പോർട്ടൻസ്. And General Studies 2 Parliament and State Legislature structure, functioning, powers and privileges and issues arising out of this, and mainly Parliament and State Legislature structure and functioning relate ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ന്യൂസിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് ഒന്ന് പോവാം. ഓക്കെ, so the Joint Action Committee representing southern states is urging the center to either defer the delimitation process by 25 years or delink it from population growth. So, എന്നിരുന്നാൽ കൂടി, however, differing is not ideal. So, there is no guarantee that we will not face the same issue after 25 years. ഡീലിമിറ്റേഷൻ എന്താണെന്നുള്ളത് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഇപ്പോൾ റീസെൻ്റ്ലി കുറേ ദിവസത്തെ ന്യൂസിൽ അത് ഉണ്ടായിരുന്നു. സോ ഡീലിമിറ്റേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് റീഡ്രോയിങ് ദ ബൗണ്ടറീസ് ഓഫ് ലോക്സഭ ആൻഡ് സ്റ്റേറ്റ് അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസീസ്. സോ ഇതിൻ്റെ ഒരു ഐഡിയ എന്ന് പറയുന്നത് എൻഷുറിങ് ഫെയർ ആൻഡ് ഈക്വൽ റെപ്രസെൻറ്റേഷൻ ബേസ്ഡ് ഓൺ ദ ലേറ്റസ്റ്റ് പോപ്പുലേഷൻ ഡാറ്റ എന്നുള്ളതാണ്. പോപ്പുലേഷൻ അനുസരിച്ച് ഈ ഒരു സീറ്റ് കൊടുക്കുന്നതിനുള്ള ഒരു ഡിസഡ്വാൻറ്റേജും കാര്യങ്ങളൊക്കെ നമ്മൾ ഇനി ഈ ഒരു ഡിസ്കഷനിൽ തന്നെ പറയുന്നതായിരിക്കും. ഇവിടെ നമുക്ക് മെയിനായിട്ട് നോക്കാനുള്ള ഒരു കീ ടോപ്പിക് എന്ന് പറയുന്നത് വൈ ആർ സദേൺ സ്റ്റേറ്റ്സ് വെറീഡ് എന്നുള്ളതാണ്. So southern states implemented family planning effectively and have slower population growth. സോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡീലിമിറ്റേഷൻ്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു, അതായത് പോപ്പുലേഷൻ അനുസരിച്ചിട്ടാണ് സീറ്റ് അലോക്കേറ്റ് ചെയ്യുന്നതെന്ന്. ബട്ട് അവിടെയുള്ളൊരു കൺസേൺ എന്താണെന്ന് വെച്ചാൽ, ഇഫ് സീറ്റ്സ് ആർ അലോക്കേറ്റഡ് സ്ട്രിക്ട്ലി ബേസ്ഡ് ഓൺ പോപ്പുലേഷൻ, populous states like UP, Uttar Pradesh, Bihar and Madhya Pradesh will gain more seats. And southern states fear they will have a reduced voice in parliament despite better governance and development. സോ ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇഷ്യൂ ആണ് അല്ലേ. ഇന്ത്യയുടെ ഒരു ഫെഡറൽ പൊളിറ്റിക്സിനെയും അതേപോലെ റെപ്രസെൻറ്റേഷനെയും എഫക്റ്റ് ചെയ്യുന്ന വളരെ കൺസേണിങ് ആയിട്ടുള്ളൊരു ന്യൂസാണത്. സോ ഇവിടുത്തെ കോർ ഇഷ്യൂ എന്താണ്? അതായത് സദേൺ സ്റ്റേറ്റ്സ്, അതായത് നമ്മൾ കേരള, തമിഴ്നാട്, കർണാടക ആൻഡ് ആന്ധ്ര ഡിഡ് എ വെരി ഗുഡ് ജോബ് കൺട്രോളിങ് പോപ്പുലേഷൻ ത്രൂ ഫാമിലി പ്ലാനിങ്. നമ്മൾ ഒരുപാട് ഹെൽത്ത് കെയറിലും എഡ്യൂക്കേഷനിലും ഗവേണൻസിലും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ അത്യാവശ്യം നല്ലൊരു ഗവേണൻസ് ആയിട്ട് മുന്നോട്ട് പോവുകയാണ്. ആൻഡ് വി ഹാവ് എ സ്ലോവർ പോപ്പുലേഷൻ ഗ്രോത്ത്. പക്ഷെ നമ്മൾ നോർത്തേൺ ആൻഡ് സെൻട്രൽ സ്റ്റേറ്റ്സ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ, എസ്പെഷ്യലി ഉത്തർപ്രദേശ്, ബീഹാർ ആൻഡ് മധ്യപ്രദേശ് ഹാവ് മച്ച് ഫാസ്റ്റർ പോപ്പുലേഷൻ ഗ്രോത്ത്. So if Lok Sabha seats are reallocated strictly based on population, these states will get more seats. അല്ലേ, ഇത് ഭയങ്കര കൺസേണിങ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. അപ്പോൾ ഈ നോർത്തേൺ സ്റ്റേറ്റ്സിന് മോർ സീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാകാൻ പോകുന്നത്? മോർ പൊളിറ്റിക്കൽ പവറാണ് അവർക്ക് കിട്ടുന്നത് പാർലമെന്റിൽ. അപ്പോൾ ഇത് സദേൺ സ്റ്റേറ്റ്സിനെ എങ്ങനെയാണ് എഫക്ട് ചെയ്യുന്നത്? ഇപ്പോൾ നമ്മുടെ സദേൺ സ്റ്റേറ്റ്സിന്റെ റെപ്രസെൻറ്റേഷൻ കുറയും തോറും അവർ വോയിസ് വിൽ സ്ട്രിങ്ക് അല്ലേ, നമുക്ക് അവിടെ സംസാരിക്കാനുള്ള ഒരു വോയിസ് ഇല്ലാണ്ടാവുകയാണ്. അതേപോലെ തന്നെ ദെയർ എഫേർട്ട് ഇൻ ഗുഡ് ഗവർണൻസ് ആൻഡ് പോപ്പുലേഷൻ കൺട്രോൾ വിൽ ബി പണിഷ്ഡ്. ഓക്കെ, ഇത് ഇപ്പോൾ എങ്ങനെ ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയുക, ഇറ്റ്സ് ലൈക്ക് സെയിങ് യു കൺട്രോൾ യുവർ പോപ്പുലേഷൻ, സോ നൗ യു വിൽ ഗെറ്റ് ലെസ് റെപ്രസെൻറ്റേഷൻ അല്ലേ. അതൊരിക്കലും ശരിയായിട്ടുള്ളൊരു സംഭവം അല്ല. സോ അവിടെയാണ് നമ്മുടെ ഇന്നത്തെ ന്യൂസിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഡെക്കേഡൽ ഗ്രോത്ത് ആവറേജ്, ഇതിനെപ്പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യും. അതിനു മുമ്പ് ഞാനൊരു ചെറിയൊരു ഔട്ട്ലൈൻ നിങ്ങൾക്ക് തരാം. ഇതൊരു ഫെയർ ആയിട്ടുള്ളൊരു ഫോർമുലയാണ്, ഡെക്കേഡൽ ഗ്രോത്ത് ആവറേജ് ഓർ DGA, വെർ ഓൾ സ്റ്റേറ്റ്സ് ഗെറ്റ് ആൻ ഇൻക്രീസ് ബേസ്ഡ് ഓൺ ആവറേജ് നാഷണൽ ഗ്രോത്ത്, നോട്ട് ജസ്റ്റ് റോ പോപ്പുലേഷൻ. സോ ദിസ് വുഡ് എൻഷുർ ബാലൻസ്ഡ് റെപ്രസെൻറ്റേഷൻ. ഓക്കെ, റിവാർഡ് not punishment for states that followed national family planning policies effectively. സോ നമ്മൾ പോപ്പുലേഷൻ്റെ ബേസിസിൽ മാത്രം സീറ്റ്സ് അലോക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബിഗ് പോപ്പുലേഷൻ സ്റ്റേറ്റ്സ് വിൽ വിൻ മോർ സീറ്റ്സ്. സദേൺ സ്റ്റേറ്റ്സ് ലൂസ് പൊളിറ്റിക്കൽ പവർ ആൻഡ് ദിസ് ഗോസ് അഗെയിൻസ്റ്റ് ദ പ്രിൻസിപ്പിൾ ഓഫ് കോപ്പറേറ്റീവ് ഫെഡറലിസം. സോ നൗ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ദ സെൻറ്റേഴ്സ് dilemma. So the current system needs reform as the population has changed drastically since 1971.
but simply using population as the sole factor could divide the country and deepen regional tensions. So, based on current reports, the total Lok Sabha seats may go from 543 to 753. So, 543 753 ലോക്സഭ സീറ്റ്സ് വർദ്ധിക്കും. അപ്പോൾ സ്റ്റേറ്റ്സ് ലൈക്ക് യു പി, ബീഹാർ, മധ്യപ്രദേശ്, രാജസ്ഥാൻ മേ seen an increase from 174 to 249. 174 നിന്നും 249 അത് വർദ്ധിക്കും. സോ സദേൺ സ്റ്റേറ്റ്സ്, അതായത് തമിഴ്നാട്, കർണാടക, കേരള, തെലങ്കാന, ആന്ധ്രാപ്രദേശ് മേ ഗോ ഫ്രം 129 ടു ഓൺലി 144. അല്ലെ, 129 നിന്ന് 144 ഇത് വർദ്ധിക്കുള്ളൂ. അവിടെ 174 നിന്ന് ഇത് പോകുന്നത് 249 അപ്പോൾ നമുക്ക് ഒരു 3 അപ്രോച്ച് ഡീലിമിറ്റേഷന് വേണ്ടി നോക്കാം. സോ 3 അപ്രോച്ചസ് ടു ഡീലിമിറ്റേഷൻ ബേസ്ഡ് ഓൺ പോപ്പുലേഷൻ ഗ്രോത്ത്. നമുക്കൊരു 3 അപ്രോച്ച് നോക്കാം. അതിൽ ഏറ്റവും ഫൈനലായിട്ട് നമുക്ക് DGA ഡിസ്കസ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിക്കൂ ഇതിൽ ഏതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ എന്ന്. ഓക്കെ, ഒന്ന് ടോട്ടൽ പോപ്പുലേഷൻ ഗ്രോത്ത് അനുസരിച്ച് കൊണ്ടുള്ള ആ ഒരു പ്രോസസ്സാണ്. സോ ബിറ്റ്വീൻ 1971 to 2021, India's population growth grew by 153% in 50 years. 153% ഇന്ത്യയുടെ പോപ്പുലേഷൻ ഗ്രോത്ത് വർദ്ധിച്ചിരിക്കുന്നത് കഴിഞ്ഞ 50 വർഷത്തിൽ. സോ ഇഫ് സീറ്റ്സ് ആർ ഇൻക്രീസ്ഡ് ബൈ ദിസ് റേറ്റ്, ഈ ഒരു റേറ്റ് അനുസരിച്ചിട്ടാണ് സീറ്റുകൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ലോക്സഭ വുഡ് റൈസ് ഫ്രം 543 to 1374 സീറ്റ്സ്. 543 1374 സീറ്റുകൾ വർദ്ധിക്കും. അത് വളരെ ഇംപ്രാക്ടിക്കൽ ആണല്ലോ. ഇത്രയും കൂടുതൽ സീറ്റ്സ് ഒക്കെ പാർലമെന്റിൽ ഉണ്ടായി കഴിഞ്ഞാൽ, അതും പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിനായിരിക്കും കൂടുതൽ അഡ്വാൻറ്റേജ് അവിടെ ഉണ്ടാകാൻ പോകുന്നത്. സോ അതൊരു കോപ്പറേറ്റീവ് ഫെഡറലിസത്തിന് എതിരായിരിക്കും അല്ലേ. ഇതാണ് ഈ ഒരു കോൺസെപ്റ്റ്. ടോട്ടൽ പോപ്പുലേഷൻ ഗ്രോത്ത് അനുസരിച്ച് കൊണ്ട് സീറ്റുകൾ അലോക്കേറ്റ് ചെയ്യുക എന്നുള്ളൊരു കോൺസെപ്റ്റാണ് ഇത്. ഓക്കെ, നെക്സ്റ്റ് ഉള്ള കോൺസെപ്റ്റ് ആണ് ആവറേജ് ആനുവൽ ഗ്രോത്ത് റേറ്റ് അനുസരിച്ച് കൊണ്ടുള്ള ഒരു കോൺസെപ്റ്റ്. സോ ഈ ഒരു ആവറേജ് ആനുവൽ ഗ്രോത്ത് റേറ്റ് പ്രകാരം ഇൻക്രീസിങ് സീറ്റ്സ് ബൈ ദി സ്മോൾ ഇയർലി റേറ്റ് ഡസൻ മേക്ക് മച്ച് സെൻസ്. ഇത് വലിയ സെൻസ് ഉള്ളൊരു അപ്രോച്ച് അല്ല. സോ ടു ലിറ്റിൽ ചേഞ്ച് ടു സോൾവ് കറന്റ് റെപ്രസെൻറ്റേഷൻ ഇഷ്യൂസ്. അപ്പോൾ നമ്മൾ 2 കോൺസെപ്റ്റ് കണ്ടു. ഒന്ന് ടോട്ടൽ പോപ്പുലേഷൻ ഗ്രോത്ത് എന്ന് പറയുന്ന കോൺസെപ്റ്റും പിന്നീട് ആവറേജ് ആനുവൽ ഗ്രോത്ത് റേറ്റ്. ഓക്കെ, ഇന്ത്യയുടെ 1.94% സംതിങ് ആണ്. അത് വളരെ ഒരു സ്മോൾ, ഈ ഒരു ചെറിയൊരു സ്മോൾ ഇയർലി റേറ്റ് വെച്ചുകൊണ്ട് അത് നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. അതൊരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു സംഭവമല്ല. ഓക്കെ, ഇനിയുള്ളതാണ് DGA, ഡെക്കേഡൽ ഗ്രോത്ത് ആവറേജ്. സോ ഇതിൻ്റെ ഒരു റെക്കമെൻഡഡ് ഫോർമുല എന്ന് പറയുന്നത്, so what is DGA? DGA refers to the percentage increase in population over a 10-year period. ഓക്കെ, ഈ ഒരു 10 വർഷത്തെ പീരീഡിലുള്ള ആ ഒരു പോപ്പുലേഷൻ ഗ്രോത്തിൻ്റെ ആ ഒരു ഇൻക്രീസ്, ആ ഒരു പെർസെൻറ്റേജ് ആണ് എടുക്കുന്നത്. സോ ആവറേജ് പോപ്പുലേഷൻ ഗ്രോത്ത് അക്രോസ് 5 decades, which is between 1971 to 2021 is 20.91% as a national average. So instead of giving more seats only to high growth states, all states get seats increased using the same average rate. So if this number is used, seats would increase to 656. ഓക്കെ, ഇവിടെ 656 ഇതൊരു ഫെയർ ഫോർമുലയാണ്. ഓക്കെ, ഇതാണ് കറക്റ്റ് ആയിട്ടുള്ളൊരു അപ്രോച്ച് എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക. ഓക്കെ, സോ ഇഫ് ദിസ് നമ്പർ ഈസ് യൂസ്ഡ്, സീറ്റ്സ് വുഡ് ഇൻക്രീസ് ടു 656. നമ്മളെന്താ മറ്റേ ടോട്ടൽ പോപ്പുലേഷൻ ഗ്രോത്ത് പ്രകാരം 543 1374 1374 സീറ്റുകൾ വർദ്ധിക്കാൻ പോകുന്നത്. അത് നമ്മൾ പറഞ്ഞു, ഇറ്റ് ഈസ് വെരി ഇംപ്രാക്ടിക്കൽ അല്ലേ. ഇവിടെ 656 വരാൻ പോകുന്നത്. ആൻഡ് ബാലൻസ്ഡ് ആൻഡ് മാനേജബിൾ നമ്പർ ആണ്. സോ ദിസ് അപ്രോച്ച് ട്രീറ്റ്സ് ഓൾ സ്റ്റേറ്റ്സ് ഈക്വലി വിതൗട്ട് പണിഷിംഗ് ദോസ് ദാറ്റ് കൺട്രോൾ ദ പോപ്പുലേഷൻ എഫക്റ്റീവ്ലി. പോപ്പുലേഷൻ എഫക്റ്റീവായിട്ട് കൺട്രോൾ ചെയ്തിട്ടുള്ള സ്റ്റേറ്റ്സിന് ആണ് അഡ്വാൻറ്റേജ് കിട്ടേണ്ടത് അല്ലേ. അല്ലാതെ ഒരു പോപ്പുലേഷൻ ഒന്നും കറക്റ്റായി കൺട്രോൾ ചെയ്യാതെ ഉള്ള സ്റ്റേറ്റ്സിന് കൂടുതൽ റെപ്രസെൻറ്റേഷനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതൊരു ഫെയർ അല്ല അല്ലേ. സോ എന്തുകൊണ്ടാണ് ഈ ഒരു DGA പ്രിഫറബിൾ എന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സോ ഇറ്റ് ഡസൻ ഡിസ്പ്രപ്പോർഷനേറ്റ്ലി ബെനിഫിറ്റ് ഓർ പീനലൈസ് എനി റീജിയൻ. ഓക്കെ, അതേപോലെ ഇപ്പോൾ ലിറ്ററസി കൂടുതലുള്ള സ്റ്റേറ്റ്സിനോ, അതേപോലെ നല്ല ഒരു എക്കണോമി ഉള്ള സ്റ്റേറ്റ്സിനോ ഒരു സ്പെഷ്യൽ വെയിറ്റേജോ കാര്യങ്ങളോ ഒന്നും DGA നൽകുന്നില്ല. ഓക്കെ, നോ കോംപ്ലക്സ് വെയിറ്റേജസ് ഫോർ ലിറ്ററസി, എക്കണോമി എക്സെട്ര.
സോ ഇതിൻ്റെ ഒരു കീ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ പ്രിവെൻറ്റ് ഡിസ്പ്യൂട്ട്സ് ഓവർ സബ്ജക്റ്റീവ് ഫാക്ടേഴ്സ് എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ ഒരു ചെറിയൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഡി ജി എ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ഇറ്റ് ഓൺലി റിക്വയർസ് ആൻ അമെൻമെൻറ്റ് ഓഫ് ആർട്ടിക്കിൾ 81(2)(a വിച്ച് കറൻ്റ്ലി ലിങ്ക്സ് റെപ്രസെൻറ്റേഷൻ സ്ട്രിക്ട്ലി ടു പോപ്പുലേഷൻ. സോ ആർട്ടിക്കിൾ 81(2)(a എന്താണെന്ന് നമുക്ക് നോക്കാം ആദ്യം. So, 81(2)(a) of the Indian Constitution is an important provision that deals with the representation in the Lok Sabha and directly relates to delimitation. So, നമുക്കൊരു സിമ്പിൾ ടേംസിൽ വാട്ട് ആർട്ടിക്കിൾ 81(2)(a) എന്താണെന്ന് നോക്കാം. സോ ദിസ് ക്ലോസ് ടോക്സ് അബൌട്ട് ഹൗ സീറ്റ്സ് ഇൻ ദ ലോക്സഭ ഹൗസ് ഓഫ് ദ പീപ്പിൾ ആർ ടു ബി അലോക്കേറ്റഡ് എമംഗ് ദ സ്റ്റേറ്റ്സ്. ക്ലിയർ ആയിട്ട് ഇങ്ങനെയാണ് ഇത് പറയുന്നത്. ഓക്കെ, നിങ്ങളുടെ പൊളിറ്റി ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ ആയിരിക്കും അത് റെഫർ ചെയ്തിട്ടുണ്ടാവും. സോ ദ അലോക്കേഷൻ ഓഫ് സീറ്റ്സ് ടു ഈച്ച് സ്റ്റേറ്റ് ഇൻ ദ ലോക്സഭ ഷാൽ ബി ഇൻ സച്ച് എ മാനർ ദാറ്റ് ദ റേഷ്യോ ബിറ്റ്വീൻ ദ നമ്പർ ഓഫ് സീറ്റ്സ് ആൻഡ് ദ പോപ്പുലേഷൻ ഓഫ് ദ സ്റ്റേറ്റ് ഈസ് ആസ് ഫാർ ആസ് പ്രാക്ടിക്കബിൾ ദ സെയിം ഫോർ ഓൾ സ്റ്റേറ്റ്സ്. സോ എന്താണ് ഇത് മീൻ ചെയ്യുന്നത്? എന്താണ്? എവറി സ്റ്റേറ്റ് ഷുഡ് ഐഡിയലി ഹാവ് ഈക്വൽ റെപ്രസെൻറ്റേഷൻ ഇൻ ദ ലോക്സഭ ബേസ്ഡ് ഓൺ പോപ്പുലേഷൻ അനുസരിച്ച് കൊണ്ടായിരിക്കണം ലോക്സഭയിലെ റെപ്രസെൻറ്റേഷൻ വരേണ്ടത്. So, for example, if one state has double the population of another, it should ideally have double the number of Lok Sabha seats. However, it uses a phrase, ഇവിടെ ഒരു ഫ്ലെക്സിബിലിറ്റി അവർ പറയുന്നുണ്ട് ഇതിൽ, ആസ് ഫാർ ആസ് പ്രാക്ടിക്കബിൾ. ഓക്കെ, however, it uses the phrase as far as practicable, allowing some flexibility for practical reasons. സോ നമുക്ക് നമ്മുടെ ഇന്നത്തെ ഡിസ്കഷൻ്റെ കൺക്ലൂഷനിലേക്ക് വരാം. ഈ ഒരു ടോപ്പിക്കിൻ്റെ ഒരു കീ കൺക്ലൂഷൻ എന്താണെന്ന് വെച്ചാൽ, ടു അഡ്രസ് ദ കൺസേൺ ഓഫ് ഓൾ സ്റ്റേറ്റ്സ് വൈൽ മെയിൻറ്റെയിനിങ് ഫെയർ റെപ്രസെൻറ്റേഷൻ, സെൻറ്റർ ചെയ്യേണ്ടത് എന്താണ്? സെൻറ്റർ ഷുഡ് കൺസിഡർ അഡോപ്റ്റിംഗ് ദ ഡെക്കേഡൽ ഗ്രോത്ത് ആവറേജ് ഫോർമുല ഫോർ ഡീലിമിറ്റേഷൻ. ഓക്കെ, ഡീലിമിറ്റേഷന് വേണ്ടിയിട്ട് ഡി ജി എ ആണ് ഇവർ അഡോപ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അല്ലാണ്ട് ഈ ഒരു ടോട്ടൽ പോപ്പുലേഷൻ ഗ്രോത്ത് അനുസരിച്ചിട്ടൊക്കെ സീറ്റ് അലോക്കേറ്റ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ അത് ശരിയല്ല അല്ലേ? So, it would ensure a balanced allocation of seats, respect the principle of one person, one vote, and promote equitable growth without penalizing states that have successfully controlled their population. Okay, ഇതാണ് നമ്മുടെ ഇന്നത്തെ ഡിസ്കഷൻ്റെ ഒരു കീ ഐഡിയ എന്ന് പറയുന്നത്. സോ നാളെ വേറൊരു ടോപ്പിക്കുമായിട്ട് വരാം. ഓക്കെ, ബൈ, ഹാവ് എ നൈസ് ഡേ.